ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം കുടുംബ ബന്ധങ്ങൾ തകരുന്ന സ്ഥിതിക്ക് മാറ്റം വന്നിട്ടില്ലെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി. ഈ പ്രതിസന്ധിയിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും അവർ പറഞ്ഞു. തിരുവല്ല YMCA ഹാളിൽ നടത്തിയ പത്തനംതിട്ട ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി. വനിതാ കമ്മീഷനും പോലീസും കൗൺസിലേഴ്സും ലഹരിയുടെ മാരക വിപത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുന്നതിന് യോജിച്ച് പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു. കൗൺസിലിംഗിൽ കൂടെ നന്നാകാൻ 2-3 അവസരങ്ങൾ അവർക്ക് കൊടുക്കുക, അതിൽ നിന്ന് അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുക, ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം, മുക്തി പ്രാപിക്കാം, ഒന്നിച്ച് പോകണം, ഒരു കുടുംബമായി മുന്നോട്ട് പോകണം എന്നുള്ള ഉപദേശം കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്ത് അവർക്ക് അവസരം കൊടുക്കുക, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക. ഇവയൊക്കെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ. നമ്മുടെ സമൂഹത്തിൽ ഡ്രഗ്സിൻ്റെയും മദ്യപാനത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് കുടുംബ ബന്ധങ്ങൾ ചിത്രിച്ചു പോകുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അതിൽ നിന്നുമൊക്കെ നമുക്ക് കൂട്ടായ പ്രവർത്തനം പോലീസും കേരള വനിതാ കമ്മീഷനും കൗൺസിലേഴ്സും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു കൂട്ടായ യജ്ഞമാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കേണ്ടത്. തീർച്ചയായിട്ടും അത് വിജയം കാണും എന്നുള്ളതാണ് വനിതാ കമ്മീഷന് പറയാം. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട കേസുകളാണ് ജില്ലാതല അദാലത്തിൽ പരിഗണനയ്ക്കെത്തിയവയിൽ കൂടുതലും. സ്വത്ത് സംബന്ധിച്ച കേസുകൾ വർദ്ധിച്ചു വരികയാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വിശ്വാസമില്ലാതാകുന്നത് മൂലമുള്ള പ്രശ്നങ്ങളും കൂടി വരികയാണ്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൗൺസിലിംഗ് ഫലപ്രദമാണെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു. ജില്ലാതല അദാലത്തിൽ ആകെ 15 പരാതികൾ തീർപ്പാക്കി. 5 പരാതികൾ റിപ്പോർട്ടിനായും 2 ജാഗ്രതാ സമിതിക്കും 2 DLSAയ്ക്കും അയച്ചു. 42 പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി. ആകെ 66 പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. രാമങ്കരി ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ 79.9% പോളിംഗ്. വോട്ടെണ്ണൽ 31-ന്. മത്സര രംഗത്തുള്ള 3 മുന്നണികളും SUCI സ്ഥാനാർത്ഥിയും വിജയപ്രതീക്ഷയിൽ. രാമങ്കരി ഗ്രാമപഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട മുൻ പ്രസിഡന്റ് R. രാജേന്ദ്രകുമാർ 13ാം വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. പഞ്ചായത്തിൽ ഇപ്പോൾ LDFും UDFും ചേർന്നാണ് ഭരണമെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ നേർക്കുനേരെയാണ് മത്സരം. VA ബാലകൃഷ്ണനാണ് UDF സ്ഥാനാർത്ഥി. ഇദ്ദേഹത്തിന്റെ മകൻ B. സരിൻകുമാർ LDF സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നു എന്നതാണ് കൗതുകം. അതുകൊണ്ട് തന്നെ രാമങ്കരി 13ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന് ഏറെ വാർത്താ പ്രാധാന്യവുമുണ്ട്. ഇരു മുന്നണികളും ഇവിടെ വിജയപ്രതീക്ഷയിലുമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പക്ഷത്തും അപ്പുറത്ത് കോൺഗ്രസ് BJP SUCI സഖ്യം ഒരുമിച്ച് നിന്നുമാണ് മത്സരിക്കുന്നത്. ഇവരെല്ലാവരും വോട്ട് പിടിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോൽപ്പിക്കുക എന്ന പൊതു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇത് ജനം, ഈ പ്രദേശം 13ാം വാർഡിലെ ജനം നന്നായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യാതൊരു സംശയവും വേണ്ട. 100-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സരൺകുമാർ വിജയിച്ചിരിക്കുന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി VA ബാലകൃഷ്ണൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം വരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടുത്തെ രാഷ്ട്രീയം എല്ലാ പേർക്കും വ്യക്തമായി അറിയാവുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തുടക്കം മുതലേ കൈയടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ നേട്ടം. ജനങ്ങളോടൊപ്പം നിന്നുള്ള കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും നടപ്പാക്കിയ ആ പരിശ്രമങ്ങളെല്ലാം 13ാം വാർഡിൽ ഈ തെരഞ്ഞെടുപ്പിൽ പരിസമാപ്തി കുറിക്കത്തക്ക വിധത്തിൽ വലിയ വിജയത്തിലേക്കാണ് അത് എത്തിച്ചേരുന്നത്. BJP സ്ഥാനാർത്ഥി ശുഭപ്രഭയും SUCI സ്ഥാനാർത്ഥി VR അനിലും തുടക്കം മുതൽ തന്നെ പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. NDA നേതാക്കളും SUCI നേതാക്കളും സ്ഥിതിഗതികൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന് ഒരേപോലെ വിലയിരുത്തുന്നു. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഈ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഈ രഹസ്യമായിട്ടുണ്ടായ ധാരണ ഇപ്രാവശ്യം പരസ്യമായി വന്നുകൊണ്ട് ഉള്ളതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനം ശക്തമായി 13ാം വാർഡിലെ ജനങ്ങൾ ശക്തമായി വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ NDAയ്ക്ക് BJP സ്ഥാനാർത്ഥി ശുഭപ്രഭയ്ക്ക് നല്ല വിജയസാധ്യതയാണ് കാണുന്നത്. തീർച്ചയായിട്ടും NDA സ്ഥാനാർത്ഥി ഈ 13ാം വാർഡിൽ ഈ 2 മുന്നണികളുടെ കാപട്യത്തിനെതിരായിട്ടുള്ള ഈ ഉള്ള ശക്തമായ ജനങ്ങളെ തിരിച്ചടി നൽകിക്കൊണ്ട് NDA സ്ഥാനാർത്ഥി ശുഭപ്രഭ ശക്തമായി വിജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ബൈ ഇലക്ഷനിൽ പ്രത്യേകിച്ചും രാമങ്കരി പഞ്ചായത്തിലെ കോൺഗ്രസും CPIM ചേർന്നുണ്ടാക്കിയ
ആ കൂട്ടുകെട്ടിനെ തുറന്നു കാണിക്കുവാൻ ഈ കബളിപ്പിക്കൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുമാണ് ഞങ്ങൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായും ശ്രമിച്ചത്. ഏറ്റവും കൂടുതൽ അവഗണന അനുഭവിക്കുന്ന ഒരു വാർഡാണ്. ഈ മുന്നണികൾ കാണിക്കുന്ന കബളിപ്പിക്കലിനെതിരെ അത് ശക്തമായൊരു പ്രചരണം നടത്തുവാനും അത് സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ആൾക്കാരുടെ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ബോധപൂർവമായ പ്രബുദ്ധമായൊരു വിധിയെഴുത്ത് ഇതിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. വേഴപ്ര സെന്റ് പോൾസ് ചർച്ച് പാരിഷ് ഹാളിൽ രാവിലെ 7-നാണ് രാമങ്കരി 13-ാം വാർഡിലെ വോട്ടെടുപ്പ് ആരംഭിച്ചത്. വോട്ടെണ്ണൽ രാമങ്കരി പഞ്ചായത്ത് ഹാളിൽ ബുധനാഴ്ച നടക്കും. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാന്നാർ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിലെ വോട്ടെടുപ്പ് കുട്ടമ്പേരൂർ SKB ഹൈസ്കൂളിൽ രാവിലെ 7-ന് ആരംഭിച്ചു. LDF സ്ഥാനാർത്ഥി സജു തോമസ്, UDF സ്ഥാനാർത്ഥി S ചന്ദ്രകുമാർ, NDA സ്ഥാനാർത്ഥി N ശ്രീകുട്ടൻ, സ്വതന്ത്ര സ്ഥാനാർത്ഥി ചന്ദ്രൻ എന്നിവരാണ് മത്സരിക്കുന്നത്. ബുധനാഴ്ച രാവിലെ മാന്നാർ പഞ്ചായത്ത് ഓഫീസിൽ വോട്ടെണ്ണൽ നടക്കും. മാന്നാർ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഈ വാർഡിൽ 3 മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. ആകെയുള്ള 18 വാർഡിൽ LDFും UDFും 8 സീറ്റുകളുമായി തുല്യശക്തികളായി നിൽക്കുന്ന മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ NDAയ്ക്ക് 1 സീറ്റുമുണ്ട്. 1 സീറ്റ് കൂടി നേടി ഭരണസമിതിക്ക് കരുത്തുകൂട്ടാൻ LDFും മേൽക്കൈ നേടാൻ UDFും അംഗബലം വർദ്ധിപ്പിക്കാൻ NDAയും ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തത്. സംസ്ഥാന നേതാക്കളെ വരെ പങ്കെടുപ്പിച്ചുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളായിരുന്നു 3 മുന്നണികളും കഴിഞ്ഞ 2 ആഴ്ചകളിലായി നടത്തിയത്. ചമ്പക്കുളം പഞ്ചായത്തിൽ അങ്കണവാടി വർക്കറുടെ തസ്തികയിൽ അനധികൃത നിയമനം നടത്താൻ ശ്രമം നടക്കുന്നതായി ആരോപണമുയരുന്നു. വിഷയമുന്നയിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. അങ്കണവാടി വർക്കറുടെ നിയമനത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് ഇവിടെ നിയമനം നടത്തുവാൻ ശ്രമിക്കുന്നതെന്നും യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇന്റർവ്യൂ ബോർഡിനെ പഞ്ചായത്ത് ഭരണസമിതി നിയമിച്ചതെന്നും പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് കുട്ടനാട് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റുമായ ജോർജ് മാത്യു പഞ്ഞിമരം പറഞ്ഞു. സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ തിരിമറിയിൽ മുഴുവൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. 5 സാമൂഹ്യ പ്രവർത്തകരാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 5 സാമൂഹ്യ പ്രവർത്തകർ നിയമത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഈ സാമൂഹ്യ പ്രവർത്തകർ എന്ന് പറയുന്ന തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായ്വുള്ളവർ ആകരുത് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നവരാകരുത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പരസ്യമായോ രഹസ്യമായോ പ്രതിബദ്ധതയുള്ളവരാകരുത്. മറിച്ച് ഈ ശിശുക്ഷേമവുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള സാമൂഹ്യ പ്രവർത്തകരായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടേണ്ട 5 അംഗങ്ങൾ. അതിൽ 3 അംഗങ്ങൾ വനിതകളായിരിക്കണം, 2 അംഗങ്ങൾ പുരുഷന്മാരായിരിക്കണം. ഈ പഞ്ചായത്തിൽ കാണിച്ചു വെച്ച കോപ്രായം രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാകരുത് എന്ന് പറഞ്ഞപ്പോൾ അതിന് കടകവിരുദ്ധമായി ഇവിടുത്തെ CPMന്റെ LC സെക്രട്ടറിയെ ഒരു സാമൂഹ്യ പ്രവർത്തകനായി ഉൾപ്പെടുത്തി. അതും പോരാഞ്ഞിട്ട് CPIയുടെ LC സെക്രട്ടറിയുടെ ഭാര്യ ഒരു സാമൂഹ്യ പ്രവർത്തകയായി ഇവിടെ ഉൾപ്പെടുത്തി. 5 സാമൂഹ്യ പ്രവർത്തകർ എന്ന് പറയുന്ന 5 പേരും പാർട്ടിയുടെ ആജ്ഞാവർത്തികളായിരുന്നു. എങ്ങനെ സുതാര്യമായ ഒരു നിയമം നടപ്പിലാക്കാൻ സാധിക്കും? രാഷ്ട്രീയം മാത്രം നോക്കി അനധികൃതമായാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് അസാധുവാക്കി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പുതിയ ഇന്റർവ്യൂ നടത്തി യോഗ്യതയുള്ളവരെ പരിഗണിക്കണമെന്നും അല്ലാത്ത പക്ഷം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈറീസ് ജോർജ് പറഞ്ഞു. ജനപ്രതിനിധികളും നേതാക്കളുമായ തങ്കച്ചൻ കൂലിപ്പുരയ്ക്കൽ, സന്തോഷ് താഴേത്തുരുത്ത്, വിൽസൺ ചാക്കോ പടൂർ, ഷാജി മുടന്താഞ്ചേരി, ജോയിച്ചൻ മണ്ണുപറമ്പിൽ, ഉഷ സുഭാഷ്, മറിയാമ്മ ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. ചമ്പക്കുളം പഞ്ചായത്തിൽ അങ്കണവാടി വർക്കർമാരുടെ നിയമനം നടത്തുന്നത് മാനദണ്ഡങ്ങൾ പാലിച്ചല്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ കഴമ്പില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി. നിയമന പ്രക്രിയകൾ സുതാര്യമായിട്ടാണ് നടന്നിട്ടുള്ളതെന്നും പ്രസിഡന്റ് പറഞ്ഞു. അങ്കണവാടി വർക്കർമാരുടെ നിയമനത്തിൽ യാതൊരു തിരിമറിയും നടന്നിട്ടില്ലെന്നും ബന്ധപ്പെട്ട ഓഫീസുകൾ മുഖേന സുതാര്യമായാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും ജലജകുമാരി പറഞ്ഞു. മങ്കൊമ്പിൽ KCV ന്യൂസ് പ്രതിനിധിയോട് പ്രതികരിക്കുകയായിരുന്നു പ്രസിഡന്റ് ജലജകുമാരി. ചമ്പക്കുളം പഞ്ചായത്തിൽ ഇന്ന് കോൺഗ്രസ് നടത്തിയ സമരം ഇവിടെ പഞ്ചായത്തിൽ ICDS-മായി ബന്ധപ്പെട്ട് അംഗൻവാടി വർക്കർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട സമരമായിരുന്നു. അത് ഈ നിയമനം PSCയുടെ റൊട്ടേഷൻ വഴിയാണ് നടക്കുന്നത്. ഒന്നാമത് ഓപ്പൺ കാറ്റഗറി, 2ാമത് ഈഴവ, 3ാമത് ഓപ്പൺ കാറ്റഗറി, 4ാമത് SC, 5ാമത് ഓപ്പൺ കാറ്റഗറി, 6ാമത് മുസ്ലിം, 7ാമത് ലാറ്റിൻ കത്തോലിക്ക്, 8ാമത് EWS. EWSൽ ആരാണോ ആദ്യം
ആരാണോ EWS സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അവർക്ക് കിട്ടും. 9ാമത് OBC ഒരു നിയമനം എന്ന് പറയുന്നത് അംഗൻവാടി ഹെൽപ്പർമാർ വർക്കർമാരാകുന്നതാണ്. അത് 2027 ഹെൽപ്പർ ആരാണോ വർക്കറായത് അവർ ഇറങ്ങുമ്പോൾ ഒരു നിയമനം അംഗൻവാടി ഹെൽപ്പർ വർക്കറായിട്ട് അങ്ങനെയാണ് ഈ നിയമനം. ഇതിനകത്ത് ഒരു തിരിമറയും കാണിച്ചിട്ടല്ല ഇങ്ങനെയൊരു നിയമനം ഇവിടെ നടത്തുന്നത്. ഇത് എങ്ങനെയാണോ PSC നിയമനം നടത്തുന്നത് അതേപോലെ തന്നെ PSC റൊട്ടേഷൻ വഴിയാണ് ഈ നിയമനം നടത്തുന്നതെന്ന് ആണ് ചമ്പക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ഇതിൽ എനിക്ക് പറയാനുള്ളത്. ഈ മെമ്പർമാരെ മുഴുവൻ അറിയിച്ചതൊക്കെയാണ്. നമ്മൾ 24-ാം തീയതി തന്നെ ഈ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ ഈ ലിസ്റ്റ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രൂപ്പിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. മുഴുവൻ മെമ്പർമാർ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ ഈ ലിസ്റ്റ് നമ്മൾ ഇട്ടുകൊടുത്തിരിക്കുന്നത്. PSC നിയമനത്തിന്റെ മാതൃകയിൽ ചട്ടങ്ങൾ പാലിച്ചു നടത്തുന്ന നിയമന പ്രക്രിയയിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് ആരോപിച്ച് സമരം നടത്തുന്നതിന് പ്രസക്തിയില്ലെന്നും ജലജകുമാരി കൂട്ടിച്ചേർത്തു. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം സലാം MLA ഉദ്ഘാടനം ചെയ്തു. സഫലം മെറിറ്റ് അവാർഡ് വിതരണവും ഇതോടൊപ്പം നടത്തി. നമ്മുടെ മക്കൾ വിദ്യാഭ്യാസം നേടി അവർ വളർന്നു വരുമ്പോൾ അവരുടെ ജീവിത വിജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മികച്ച വിദ്യാഭ്യാസം നേടിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളത്. നമ്മൾ ഇന്നിപ്പോൾ സാധാരണ പോലെ ആലോചിക്കുന്ന പോലെ എന്തെങ്കിലും കുറച്ച് പഠിച്ചാൽ പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഓരോ കുടുംബത്തിലെയും നന്നായി പരിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ട്. അവരെ പഠിപ്പിക്കാൻ എല്ലാ നിലയിലും ഒരു ജീവിതത്തിൻ്റെ ഏതാണ്ട് എല്ലാം അർപ്പിച്ചുകൊണ്ട് തന്നെ രക്ഷകർത്താക്കളുടെ ഭാഗമായി മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയെല്ലാം പോകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ ഒരു കാര്യം, ഇന്നത്തെ ലോകത്ത് നമ്മുടെ മക്കൾക്ക് ജീവിച്ച് വിജയിക്കാൻ, ജീവിത വിജയം സാധ്യമാക്കാൻ ദൈഹിക വിദ്യാഭ്യാസം വലിയ കാര്യം നേടിക്കാനും വന്നിരിക്കുന്ന ഒരു ധാരണയാണ്. പക്ഷെ നമ്മളെല്ലാം ആ ഒരു ഇന്നുള്ള പരിമിത ധാരണകളെല്ലാം മാറ്റപ്പെടുന്ന പോലെയാണ് ലോകത്തിൻ്റെ വളർച്ച, ശാസ്ത്രത്തിൻ്റെ വളർച്ച അത്രയും വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് കൃത്യമായതിനെ പറഞ്ഞുകൂടില്ല. നമ്മൾ വിചാരിക്കാത്ത പോലെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുൻ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെയും യോഗത്തിൽ അനുമോദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷയായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ R വിനീത, MR പ്രേം, പ്രതിപക്ഷ നേതാവ് റിഗോ രാജു, കൗൺസിലർ സിമി ഷാഫിഖാൻ, PTA പ്രസിഡന്റ് M നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതശൈലി രോഗചികിത്സാ പരിശോധനകൾക്കായി എത്തുന്ന രോഗികൾക്ക് പ്രഭാത ഭക്ഷണം സൗജന്യമായി നൽകുന്ന ഇടനേരം ലഘുഭക്ഷണം പദ്ധതിക്ക് നെടുമുടി ചെമ്പമ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ തുടക്കമായി. ആശുപത്രി ജീവനക്കാരുടെ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചെമ്പമ്പുറം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നടത്തുന്ന ജീവിതശൈലി രോഗചികിത്സാ പരിശോധനകൾക്കായി എത്തുന്ന രോഗികൾക്ക് ആശുപത്രി ജീവനക്കാരുടെ പങ്കാളിത്തത്തോടെ പ്രഭാത ഭക്ഷണം സൗജന്യമായി നൽകുന്ന പദ്ധതിക്കാണ് ചൊവ്വാഴ്ച തുടക്കമായത്. പദ്ധതിയുടെ ഉദ്ഘാടനം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി നിർവഹിച്ചു. ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇടനേരം ലഘുഭക്ഷണം എന്ന പേരിൽ നമുക്കറിയാം ഈ ചെമ്പമ്പുറ ആശുപത്രി എന്ന് പറയുമ്പോൾ ഇത്ര ഉള്ളിലോട്ട് കയറി നിൽക്കുന്ന ആശുപത്രി ആകുമ്പോൾ ഈ പറയുന്ന പോലെ പേഷ്യൻസ് വണ്ടിയിൽ ഇവിടെ വരാൻ അവർക്ക് കുറച്ച് പൈസ മുടക്കേണ്ടി വരും. വന്നു കഴിഞ്ഞ് ഇതുപോലെ ബ്ലഡ് ടെസ്റ്റിനൊക്കെ വന്നാൽ നമുക്കറിയാം ഫാസ്റ്റിങ്ങിലൊക്കെ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് വന്ന് ഇവിടെ ആദ്യമേ ചെയ്തു, പിന്നെ അവർ പോയി ഫുഡ് കഴിച്ചു, അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞു പിന്നീട്. അപ്പോൾ അത് അവർക്ക് ഇരട്ടി ചിലവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആശയം ഉദിച്ചത് സിനു ഡോക്ടറിനാണ്, നമ്മുടെ സിനു ശങ്കർ ഡോക്ടറിനാണ്. തീർച്ചയായിട്ടും ഏറെ അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. അതിന് ഇപ്പം നമ്മുടെ സുരേഷ് ഡോക്ടർ വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങളെപ്പറ്റി കൊണ്ടുവരികയും ഒരുപാട് കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിക്കുകയും അതുപോലെ തന്നെയല്ല. ചടങ്ങിൽ നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മന്മഥൻ നായർ അധ്യക്ഷയായിരുന്നു. വാർഡ് മെമ്പർ കുഞ്ഞുമോൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി സുരേഷ് കുമാർ, അസിസ്റ്റന്റ് സർജന്മാരായ ഡോക്ടർ സിനു ശങ്കർ, ഡോക്ടർ ലക്ഷ്മി കൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് അലക്സാണ്ടർ, HMC മെമ്പർ മോഹനൻ പിള്ള,
വൈശംഭാഗം പള്ളി വികാരി ഫാദർ ലൗലി തേവേരി എന്നിവർ സംസാരിച്ചു. വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ അനുസ്മരണം സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ കോറൽ ഹൈറ്റ്സിൽ നടന്ന സമ്മേളനം മുൻ മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിന്റെ എല്ലാ സ്ഥലത്തും നമ്മൾ പ്രസംഗിക്കുകയും വലിയ തരത്തിലുള്ള പൊതുജന പിന്തുണ അമ്പലപ്പുഴയിൽ നേടിത്തരികയും ചെയ്ത് ഓർമ്മിക്കുകയാണ്. പിന്നെ ലക്ഷം വാക്കുവേണ്ടി പോയിട്ടില്ല. വ്യക്തിപരമായി എന്നുള്ള താല്പര്യങ്ങൾ മാത്രം വന്നിട്ടുള്ളതാണ്. സാമൂഹികമായ കാര്യങ്ങളാണ് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക രാഷ്ട്രീയമായിട്ടൊന്നും മറ്റു നിലപാടുകളൊന്നും സ്വീകരിച്ചിട്ടില്ല. എന്റെ വിവാഹം തന്നെ നടത്തി തരാൻ മുൻകൈ എടുത്ത ഒരാളാണ്. സാധാരണ പെണ്ണുകാലം എന്നാണ് പറയുന്നതെങ്കിൽ താമരക്കുളത്തല്ല എൻ്റെ വീട്ടിൽ വന്ന് അവിടെയാണ് ചെറുക്കം കാണുന്നതാണ്. വി എസ് അച്യുതാനന്ദൻ, ഗൗരിയമ്മയും ചന്ദ്രാനന്ദൻ, സുശീല ഗോപാൽ, അമ്പലപ്പുഴ ഗോപാൽ പലരും സാധനം അടക്കമുള്ള വലിയ അധികം ആളുകൾ എൻ്റെ താമരക്കുളം വീട്ടിൽ വന്നിട്ടാണ് അത് ചെറിയ നിശ്ചയ ചടങ്ങ് നടത്തിയത്. പിന്നെ വിവാഹം നടത്തി തരാൻ മകന് പേരിടാനും എല്ലാ കാര്യത്തിലും അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അമ്പലപ്പുഴ കുടുംബവേദി, ഫോക്കസ് അമ്പലപ്പുഴ, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രോപദേശക സമിതി, സീനിയർ സിറ്റിസൺസ് ഫോറം അമ്പലപ്പുഴ യൂണിറ്റ്, കളിത്തട്ട് അമ്പലപ്പുഴ, ഫ്യൂച്ചർ, അമ്പലപ്പുഴ പൗരാവലി എന്നിവയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. അനുസ്മരണ സമ്മേളനത്തിൽ KC നായർ അധ്യക്ഷനായിരുന്നു. C രാധാകൃഷ്ണൻ, പ്രൊഫസർ N ഗോപിനാഥപിള്ള, M ശ്രീകുമാരൻ തമ്പി, K കവിത, കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് A നിസാമുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കൈനഗിരി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനം വിപുലമായി ആചരിക്കുമെന്ന് കൃഷി ഓഫീസർ ആതിര M നായർ അറിയിച്ചു. ലഭിക്കുന്ന അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ കൈനഗിരി പഞ്ചായത്ത് നിവാസികളായ വിവിധ വിഭാഗങ്ങളിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിക്കുമെന്നും കൃഷി ഓഫീസർ പറഞ്ഞു. മുതിർന്ന കർഷകൻ, മികച്ച കർഷക തൊഴിലാളി, മികച്ച വനിതാ കർഷക, വിദ്യാർത്ഥികൾ, SC ST, ജൈവ കൃഷി എന്നീ വിഭാഗങ്ങളിൽ മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്നവർ എന്നിവരെയാണ് കർഷക ദിനത്തിൽ ആദരിക്കുന്നത്. ഇതിനായി അർഹതയുള്ളവർ പേരും വീട്ടുപേരും വാർഡും ഫോൺ നമ്പരും ഏത് കാറ്റഗറിയിലേക്ക് എന്നും വ്യക്തമാക്കി കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഓഗസ്റ്റ് 2 വൈകുന്നേരം 5 മുൻപായി അപേക്ഷ എത്തിക്കണമെന്നും കൃഷി ഓഫീസർ അറിയിച്ചു. ഈ വരുന്ന ചിങ്ങം 1 കൈനഗിരി ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കൈനഗിരി കൃഷിഭവനിൽ വെച്ച് കർഷക ദിനം ആചരിക്കുകയാണ്. പഞ്ചായത്തിലെ മികച്ച കർഷകരെ കണ്ടെത്തി പ്രസ്തുത ചടങ്ങിൽ ആദരിക്കുന്നതുമാണ്. ഇതിൽ ഒരു മികച്ച കർഷകൻ അല്ലെങ്കിൽ കർഷക, മികച്ച കർഷക തൊഴിലാളി, മികച്ച വനിതാ കർഷകൻ, ഒരു മികച്ച വിദ്യാർത്ഥി കർഷകൻ അല്ലെങ്കിൽ കർഷക, ഒരു മികച്ച ജൈവ കർഷകൻ അല്ലെങ്കിൽ കർഷക, ഒരു SC അല്ലെങ്കിൽ ST വിഭാഗത്തിൽപ്പെടുന്ന കർഷകൻ അല്ലെങ്കിൽ കർഷക എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത്. അപേക്ഷകർ കൈനഗിരി ഗ്രാമപഞ്ചായത്ത് നിവാസികളായിരിക്കണം. ഈ വരുന്ന ആഗസ്റ്റ് 2 5 മണിക്ക് മുൻപായി കർഷകർ അപേക്ഷകൾ കൈനഗിരി കൃഷിഭവനിൽ എത്തിക്കേണ്ടതുമാണ്. ഇങ്ങനെ ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് കൈനഗിരി കൃഷിഭവൻ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം മികച്ച കർഷകരെ ഈ അപേക്ഷകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതുമാണ്. എല്ലാവരെയും സസ്നേഹം കർഷക ദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപേക്ഷ ലഭിച്ചതിന് ശേഷം അധികൃതർ കൃഷിയിടങ്ങൾ സന്ദർശിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നിരീക്ഷണം നടത്തിയതിനു ശേഷം തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മികച്ച കർഷകരെ തിരഞ്ഞെടുക്കുന്നതും ആദരിക്കുന്നതും. ആലപ്പുഴ ജില്ലാ ലെപ്രസി യൂണിറ്റ്, പുന്നപ്ര വടക്ക് കുടുംബാരോഗ്യ കേന്ദ്രം, UPHC, മുല്ലാത്ത് വളപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ത്വക്ക് രോഗനിർണയ ക്യാമ്പ് നടത്തി. വാടക്കൽ ദൈവജനമാത ചർച്ച് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ ഉദ്ഘാടനം ചെയ്തു. ത്വക്ക് രോഗം എന്ന് പറയുമ്പോൾ നമുക്ക് പല ആളുകളും അത് ചികിത്സിക്കാനും അല്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കാനും മടി കാണിക്കുന്നൊരു അസുഖം തന്നെയാണ്. അതോടൊപ്പം തന്നെ പല രോഗങ്ങളുടെ ഒരു ലക്ഷണമായി തന്നെ നമ്മുടെ ഈ ത്വക്ക് രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. വളരെ വിശദമായി തന്നെ ഇവിടെ വിഷയാവതരണത്തിനെ കുറിച്ച് പറയും. എന്തായാലും ഇങ്ങനൊരു മഴയാണെങ്കിൽ പോലും ഇവിടെ അധികം ആളുകളോട് വന്ന് എത്തിയത് സന്തോഷമുണ്ട്. മറ്റുള്ളവരെ കൂടി നിങ്ങൾ വിളിച്ച് ഈ ക്യാമ്പ് വളരെ വിജയകരമാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിച്ച ഈ ത്വക്ക് രോഗ ചികിത്സ നിർണയ ക്യാമ്പ് ഉദ്ഘാടനം അറിയിച്ചു. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ വാർഡ് മെമ്പർ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിലെ അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസർ റഫീഖ് വിഷയാവതരണം നടത്തി. കുടുംബാരോഗ്യ കേന്ദ്രം പുന്നപ്ര വടക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫിജി പീറ്റർ ആരോഗ്യ സന്ദേശം നൽകി. S ജയകൃഷ്ണൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു.
പള്ളി വികാരി ഫാദർ ടിനു തോമസ്, ത്വക്രോഗ വിദഗ്ധരായ ഡോക്ടർ ഷൈജു, ഡോക്ടർ അശ്വതി, ഹെൽത്ത് ഇൻസ്പെക്ടർ സജീവ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വ പഠന പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു. കുന്നന്താനം സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ദർശൻ 2024 എന്ന പേരിലായിരുന്നു പരിപാടി. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രോപൊലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ നസ്രാണികളുടെ നസ്രാണികളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള കാലഘട്ടം. നസ്രാണികൾ തങ്ങളുടെ രാജ്യത്ത് കൂടുതലായി ഉണ്ടാകുന്നതാണ്. കാരണം നമ്മുടെ പലപ്പോഴും നഗരങ്ങളിൽ തമ്മിലുള്ള യുദ്ധങ്ങളെ ഒരു അങ്ങനെ സംഭവങ്ങൾ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നസ്രാണി പടയുടെ സാന്നിധ്യം രാജാവിന് ആത്മവിശ്വാസം നസ്രാണികൾ വിശ്വസ്ത അവർ രാജഭക്തിയുള്ളവരാണ്. യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. സഹായമെത്രൻ മാർ തോമസ് തറയിൽ സന്ദേശം നൽകി. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA, ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല, വികാരി ജനറൽ ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ, ജനറൽ സെക്രട്ടറി ബിനു ഡൊമിനിക് നടുവിലേഴം, ട്രഷറർ ജോസ് ജോൺ വെങ്ങാന്തറ, ജനറൽ കൺവീനർ ജിനോ ജോസഫ് കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് തകഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി. DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S ശ്രീജിത്ത്, DCC മെമ്പർ PJ ജോസഫ്, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബെൻസൺ ജോസഫ്, ബ്ലോക്ക് സെക്രട്ടറി KJ സേവ്യർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞുമോൾ, പഞ്ചായത്ത് അംഗങ്ങളായ മോൻസി ജോർജ്, മഞ്ജു വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിപാടിയുടെ ഭാഗമായി ചികിത്സാ സഹായം വിതരണം ചെയ്തു. കരുമാടി പടിഞ്ഞാറേമുറി 1049 നമ്പർ NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം കഴിഞ്ഞ ദിവസം നടന്നു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സ്കോളർഷിപ്പും ചടങ്ങിൽ വിതരണം ചെയ്തു. കരയോഗ ഹാളിൽ ചേർന്ന പൊതുയോഗം NSS അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P രാജഗോപാല പണിക്കർ ഉദ്ഘാടനം ചെയ്തു. വിവാദം നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്ന യുവാക്കളെ യുവതികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങാണെന്നാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ അതല്ലായിരുന്നു ഉദ്ദേശിക്കുന്ന വിവാഹം പ്രായമെത്തിയിട്ടുള്ള എല്ലാ യുവാക്കളെയും അവിടെ ആ ചടങ്ങിൽ ആ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിച്ച് അവർക്ക് അത്യാവശ്യം വേണ്ട ബോധവൽക്കരണം നടത്തുക, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നൊക്കെയായിരുന്നു ഉദ്ദേശിച്ചത്. ഏതായാലും പരിസര സമുദായങ്ങളെ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അക്കാര്യത്തിൽ. എന്താണെന്ന് വെച്ചാൽ മറ്റു മതങ്ങളൊക്കെ ഇതുപോലുള്ള ഈ കൗൺസിലിംഗ് ക്ലാസ്സുകളിൽ പങ്കെടുക്കാത്തവരുടെ വിവാഹത്തിൽ അവര് സംഘടന എന്നുള്ള നിലയ്ക്ക് പങ്കെടുത്ത് നടത്തി കൊടുക്കുകയില്ലെന്ന് നിശ്ചയിച്ചിട്ടുള്ള മതങ്ങളും സമുദായങ്ങളും ഒക്കെ ഉണ്ട്. കരയോഗം പ്രസിഡന്റ് കരുമാടി ഗോപകുമാർ അധ്യക്ഷനായിരുന്നു. NSS അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ D ഗംഗാദത്തൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി N രാജ്നാഥ് സ്കോളർഷിപ്പ് വിതരണവും താലൂക്ക് യൂണിയൻ അംഗം TK ഹരികുമാർ നോട്ട് ബുക്ക് വിതരണവും നിർവഹിച്ചു. കരയോഗം സെക്രട്ടറി B ഗോപകുമാർ, ട്രഷറർ V സലിലകുമാർ, B രാധാമണിയമ്മ എന്നിവർ സംസാരിച്ചു. എടത്തുവ പച്ച ചെക്കടിക്കാട് ലൂർദ് മാത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലിയുടെ ഭാഗമായി നിർമ്മിച്ച ഷോർട്ട് ഫിലിം പലായനം റിലീസ് ചെയ്തു. ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ പ്രകാശന കർമ്മം നിർവഹിച്ചു. സ്കൂളിലെ അധ്യാപകർ, അനധ്യാപകർ, രക്ഷാകർത്താക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് അഭിനയിച്ച ഷോർട്ട് ഫിലിമാണ് പലായനം. മുൻ PTA പ്രസിഡന്റ് വേണു നൈമിഷിക രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു. വിദേശത്ത് പോകുന്ന യുവജനങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തുന്നതും നമ്മുടെ നാട്ടിൽ യുവജനങ്ങൾക്ക് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നുമുള്ള സന്ദേശം നൽകുന്ന ഹ്രസ്വചിത്രമാണിത്. എന്താ അമ്മേ, ഞാൻ വേഗം നീ വരത്തില്ലേ? കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഞാനിങ്ങി വരും. അമ്മ ആ കണ്ണ് തുടയ്ക്കും. കടവും വിലയൊക്കെ നിന്റെ ആഗ്രഹം നടക്കട്ടെ. രാഹുകാലത്ത് മുമ്പ് ഇറങ്ങാൻ നോക്കുന്നു. എന്താ രാജേഷേ നീയും കൂടെ വിമാനത്താവളം വരെ പോവാൻ? അവരുടെ ഒരു ഗ്രൂപ്പ് പറഞ്ഞേക്കാം. നമ്മൾ ഈ ചേരിലും ചെളിയിലും ഒക്കെ കഴിഞ്ഞിട്ട് അവരുടെ
അവൻ മിടുക്കനാ. അവനൊന്ന് പഠിച്ചു വന്നോട്ടെ. നിന്റെ ഈ അവമാനക്കേടൊക്കെ അങ്ങ് പമ്പ കിടക്കും. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ചൂളപ്പറമ്പിൽ, പ്രിൻസിപ്പൽ തോമസ് കുട്ടി മാത്യു ചീരംവേലിൽ, ഹെഡ്മിസ്ട്രസ് അന്നമ്മ ജോസഫ്, വേണു നൈമിഷിക, ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു തോമസ്, PTA പ്രസിഡന്റ് സിനു പി വർഗീസ്, ഷിജി ചാക്കോ, അധ്യാപക പ്രതിനിധി റൂബിൻ തോമസ്, ഷൈനാമോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6320 രൂപ, പവന് 50,560 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.